കാശിയേട്ടൻ. രാധിക എഴുന്നേറ്റു. കാശി വാതിലടച്ച് കുറ്റിയിട്ടു. എന്താ കാശിയേട്ടാ? എന്താ വേണ്ടേ? അച്ഛനും അമ്മയും വന്നോ? രാധിക വിറച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അവരൊക്കെ എത്താൻ ഇനിയും വൈകും, കാശി പറഞ്ഞു. ആ, എന്നാൽ പുറത്തു പോ, എനിക്ക് പഠിക്കാനുണ്ട്, രാധിക പറഞ്ഞു. നിന്നെക്കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തന്നെയാ ഞാൻ വന്നത്. ലീലേച്ചി, ലീലേച്ചി, രാധിക ജോലിക്കാരിയെ വിളിച്ചു. വിളിച്ചു പോവണ്ട, നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല, കാശി പറഞ്ഞു. കാശിയേട്ടൻ എന്താ വേണ്ടത്? എനിക്ക് നിന്നെ വേണം, കാശി രാധികയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. വീട്, വീട്, എന്നെ വീട്, ലീലേച്ചി, എന്നെ വീട് കാശിയേട്ടാ. രാധിക അവന്റെ കൈക്കുള്ളിൽ കിടന്നു കരഞ്ഞു. നിന്നെ വിടാനോ? ഇല്ലടി, വിടില്ല. നിന്നെ ഞാൻ ചെറുപ്പം മുതൽ മോഹിച്ചു നടക്കുന്നതാ. നിന്നെ എനിക്ക് തരാമെന്ന പറഞ്ഞ വാക്കിൽ എനിക്ക് വിശ്വാസം ഇല്ലടി ഇപ്പോ. നീ കരഞ്ഞ് വാശി പിടിച്ചാൽ നിന്നെ അവന് കൊടുക്കും ഇവിടെയുള്ളവർ, ആ ശ്രീനാഥിന്. എനിക്കത് സഹിക്കില്ല. ഈ രാത്രി കഴിഞ്ഞാൽ നീ അവനു വേണ്ടി വാശി പിടിക്കില്ല, നീ കരയില്ല. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. രാധിക കരഞ്ഞു. ഒന്നും ചെയ്യില്ല, ഒരു താലി ഇല്ലെന്നല്ലേ ഉള്ളൂ. എന്നെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് ദേ ഇപ്പോ ഈ നേരത്ത് നടക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ ഒരു ഉറപ്പിന്. കാശി അവളെ കിടക്കയിലേക്ക് തള്ളിയിട്ടു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. അച്ഛാ, അമ്മേ. രാധിക അലറിക്കരഞ്ഞു. ഒരാളും വരില്ലടി ഇവിടെ. വന്നിട്ട് കാര്യമില്ല, ആരും തടയില്ല. കാരണം നീ എന്റെതാ. അല്ല, ഞാൻ നിങ്ങളുടേതല്ല. രാധിക കരഞ്ഞു. അല്ലെങ്കിൽ ഇനി എന്റേതാകും നീ. കാശി അവളിൽ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. രാധിക അലറിക്കരഞ്ഞു. ഒരു വലിയ ശബ്ദത്തോടെ വെളിച്ചം അകത്തേക്ക് കടന്നു. വാതിൽ രണ്ടായി പൊളിഞ്ഞു വീണു. കാശി മുഖമുയർത്തി നോക്കി. രാധികയ്ക്ക് തന്റെ നഷ്ടപ്പെട്ട ശ്വാസം തിരികെ കിട്ടി. ശ്രീനാഥ്, കാശി മെല്ലെ പറഞ്ഞു. ശ്രീയുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നത് രാധിക കണ്ടു. ആ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ശ്രീ കാശിക്ക് നേരെ നടന്നു. കാശി രാധികയിൽ നിന്ന് അടർന്നു മാറി. ശ്രീയുടെ കൈകൾ കാശിയുടെ കഴുത്തിലേക്ക് നീണ്ടു. ശ്രീ കാശിയുടെ കഴുത്തിന് പിടിച്ച് ചുവരിനോട് ചേർത്ത് നിർത്തി അവനെ ഉയർത്തി. കാശിയുടെ കാലുകൾ നിലത്തുനിന്നുയർന്നു. കാശിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. വേണ്ട, അയാൾ ചാവും. രാധിക വന്ന് ശ്രീയുടെ കൈ പിടിച്ചു. കൊല്ലും ഞാൻ നിന്നെ, ഇനി ഇവളെ നീ തൊട്ടാൽ. ശ്രീയുടെ ഉറച്ച ശബ്ദം കേട്ട് രാധികയ്ക്ക് പോലും പേടിയായി. ശ്രീ അവന്റെ മേലെയുള്ള പിടിവിട്ടു. കാശി താഴെ വീണ് അവന്റെ ബോധം പോയി. ശ്രീ രാധികയെ നോക്കി. അവളുടെ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയായി കീറിയിരുന്നു. ശ്രീ അവിടെ കിടന്നിരുന്ന ഷാൾ എടുത്തു കൊടുത്തു. രാധിക അത് വാങ്ങി പുതച്ചു. രാധിക ശ്രീയെ കെട്ടിപ്പിടിക്കാൻ വന്നതും അന്ന് കിട്ടിയ തല്ലോർത്ത് പിന്മാറി. രാധിക കരഞ്ഞു. ശ്രീ രാധികയെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കരയണ്ട, ഒന്നും പറ്റിയില്ലല്ലോ, ശ്രീ പറഞ്ഞു. ശ്രീയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് രാധിക ശ്രീയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിക്കരഞ്ഞു. രാധികേ! രഘു അലറി. രാധിക ഞെട്ടി. അവള് ശ്രീയുടെ മേലിൽ നിന്ന് മാറി. അച്ഛാ, ഞാൻ... രാധിക മുഴുവിക്കുന്നതിനു മുൻപേ രഘു രാധികയെ തല്ലി. എടാ, ഒരിക്കൽ ഉണ്ടായത് ആവർത്തിക്കാനാണോ നിന്റെ ഉദ്ദേശം? രഘു ശ്രീക്ക് നേരെ ഉയർത്തിയ കൈ ശങ്കരൻ തടഞ്ഞു. അച്ഛാ, ഇവൻ നമ്മുടെ... നിർത്ത്, ശങ്കരൻ പറഞ്ഞു. രാധു, നീയാണോ ഇവനെ വിളിച്ചു കയറ്റിയത്? അല്ല മുത്തശ്ശ, രാധു നടന്നതെല്ലാം പറഞ്ഞു.
ജയ ഓടിവന്ന് മകളെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും ശ്രീയെ നോക്കി. ഒന്നും കേൾക്കാൻ നിൽക്കാതെ ശ്രീ അവിടെ നിന്നിറങ്ങി. ശ്രീ! സഹദേവൻ ശ്രീയെ വിളിച്ചു. എന്താച്ചാ? നീ ഇന്നലെ രാത്രി വലിയടത്ത് പോയോ? പോയോന്ന്? പോയി, ശ്രീ പറഞ്ഞു. അവിടെ നിന്റെ ആരാ ഉള്ളത്? അവിടുത്തെ ആ പെണ്ണുമായി നിനക്കെന്താ ബന്ധം? സഹദേവൻ ചോദിച്ചു. ശ്രീ, നിന്നോടാ ചോദിച്ചത്. അവളുമായി നിനക്കെന്താ ബന്ധംന്ന്. ചരിത്രമൊക്കെ ആവർത്തിക്കാനാണോ നിന്റെ ഭാവം? ആവർത്തിക്കേണ്ട ചരിത്രമാണെങ്കിൽ ആവർത്തിക്കും, ശ്രീ പറഞ്ഞു. ശ്രീ! ശ്രീജ വിളിച്ചു. എനിക്ക് അവളോട് എന്റെ ഗൗരിയോട് തോന്നിയ പോലെ ഒരിഷ്ടമൊന്നുമില്ല. ഇനി ആരും പറഞ്ഞുണ്ടാക്കാനും നിൽക്കണ്ട. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ, അതെന്റെ ഗൗരി മാത്രമാണ്. പിന്നെ ഒരു പെണ്ണിനെ ഞാൻ എന്റെ വേളിയായിട്ട് കൊണ്ടുവരും. അതിനെനിക്ക് എന്റേതായ ലക്ഷ്യമുണ്ട്. അത് ചിലപ്പോൾ രാധികയായെന്നും വരാം. ശ്രീ റൂമിലേക്ക് കയറിപ്പോയി. സഹദേവൻ കസേരയിലേക്കിരുന്നു. മോനെ, അടുത്ത വ്യാഴം തുലാമിലെ ആയില്യമാണ്, കുഞ്ഞിലക്ഷ്മിയമ്മ പറഞ്ഞു. അവന്റെ ജന്മനക്ഷത്രം. നമുക്കൊന്ന് മുഴവൂർ വരെ പോകണം, ശ്രീകുട്ടന്റെ ജാതകവുമായി. വേണോ അമ്മേ? സഹദേവൻ ചോദിച്ചു. വേണം മോനെ. വേളിയുടെ കാര്യം അവനായിട്ട് പറഞ്ഞതല്ലേ. ഇതാ നല്ല നേരം. അവന്റെ ജാതകവും നാളുമായി ചേരുന്ന കുട്ടിയെ കണ്ടെത്തണം, കുഞ്ഞിലക്ഷ്മിയമ്മ പറഞ്ഞു. പോവാം, നാളെ തന്നെ പോവാം. രാധിക റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. പൊളിഞ്ഞു വീണ വാതിൽ ആശാരിമാർ വന്ന് നേരെയാക്കി പോയതിന്റെ പൊടി അടിച്ചുവാരി ലീല പുറത്തേക്ക് പോകുമ്പോഴാണ് രാധികയുടെ ഫോൺ റിങ് ചെയ്തത്. ലീല ഫോൺ രാധികയ്ക്കെടുത്തുകൊടുത്ത് പുറത്തേക്ക് പോയി. ഫോണിലെ പേര് കണ്ടതും രാധിക ചാടി എഴുന്നേറ്റു. അവൾ വേഗം പോയി വാതിലടച്ചു. ഹലോ, രാധിക മെല്ലെ പറഞ്ഞു. ഹലോ രാധിക, ആർ യു ഓക്കെ? ഐ എം ഓക്കെ ശ്രീയേട്ടാ. അവനുണ്ടോ അവിടെ? ശ്രീ ചോദിച്ചു. ഉണ്ട്, പുറത്തു നടക്കുന്നുണ്ട്. ശ്രീയേട്ടൻ എങ്ങനെയാ ഇന്നലെ വന്നേ? എങ്ങനെ അറിഞ്ഞു? നിന്റെ ഫോൺ ലിസ്റ്റ് എടുത്തു നോക്ക്, അപ്പോ മനസ്സിലാകും. നിന്റെ കോൾ വന്നതെടുത്തപ്പോൾ നിന്റെ കരച്ചിലാണ് കേട്ടത്, ശ്രീ പറഞ്ഞു. താങ്ക്സ് ശ്രീയേട്ടാ, അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിന്. ഏയ്, താങ്ക്സ് ഒന്നും വേണ്ട. ഇന്നെന്തേ കോളേജിൽ പോയില്ലേ? ശ്രീ ചോദിച്ചു. പോവാൻ തോന്നിയില്ല, ആകെ മനസ്സിന് ഒരു മരവിപ്പ്. നാളെ മുതൽ പോകണം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. രാധിക ചുറ്റും നോക്കി. എന്തോ പ്രത്യേക മണം മുറിയിലുള്ള പോലെ രാധികയ്ക്ക് തോന്നി. എന്താ ഒന്നും മിണ്ടാത്തെ? ശ്രീ ചോദിച്ചു. ശ്രീയേട്ടാ, മുറി മുഴുവൻ ഒരു മണം, ചന്ദനത്തിന്റെ. രാധിക വീണ്ടും മണം ആസ്വദിച്ചു. ശ്രീ ചിരിച്ചു. അപ്പോ ഞാൻ തെരഞ്ഞെടുത്ത ആള് തെറ്റിയില്ല. മണം ആസ്വദിക്കുകയാണോ? ശ്രീ ചോദിച്ചു. മത്തു പിടിപ്പിക്കുന്ന മണം, രാധിക പറഞ്ഞു. എന്നാൽ മണം ആസ്വദിക്ക്. ബൈ. ശ്രീ ഫോൺ കട്ട് ചെയ്തു. ശ്രീ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മട്ടുപ്പാവിൽ വന്നു നിന്നു. രാധികയെങ്കിൽ രാധിക. ഗൗരി അവളുടെ അടുത്താണ്. എന്റെ ഗൗരിയെ എനിക്ക് രാധികയിലൂടെ നേടാനാവും. പിറ്റേന്ന് ശ്രീ പാലത്തിനടുത്ത് രാധികയെ കാത്തു നിൽക്കുകയായിരുന്നു. ശ്രീ നോക്കി നിൽക്കുമ്പോഴാണ് വലിയടത്തെ കാർ വരുന്നത് കണ്ടത്. കാറിൽ നിന്ന് രാധിക ശ്രീയെ നോക്കി ചിരിച്ചു. പെട്ടെന്നാണ് രാധികയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നത്. രാധിക വാട്സാപ്പ് തുറന്നു നോക്കി. ശ്രീ ആയിരുന്നു. ഇന്നെന്താ കാറിൽ? സ്കൂട്ടി എവിടെ? കാശിയേട്ടന്റെ വക പുതിയ പരിഷ്കാരങ്ങളാണ്. പോകുന്നതും വരുന്നതും കാറിൽ. രാധിക ശ്രീക്ക് മെസ്സേജ് അയച്ചു. ഓക്കേ. നിന്റെ കോളേജ് ഏതാ? SK കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഓക്കേ. രാധിക കോളേജിന് മുൻപിൽ ഇറങ്ങി നടന്നപ്പോഴാണ് രാധികയ്ക്ക് കോൾ വന്നത്. ഹലോ ശ്രീയേട്ടാ. ഹലോ, എന്താ ശ്രീയേട്ടാ? രാധിക ചോദിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്ക്. രാധിക തിരിഞ്ഞു നോക്കി. ശ്രീയേട്ടൻ. ബുള്ളറ്റിലിരുന്നു തന്നെ നോക്കിച്ചിരിക്കുന്ന ശ്രീനാഥിനെ കണ്ടപ്പോൾ രാധിക പറഞ്ഞു. എന്താ ഇവിടെ? രാധിക ചോദിച്ചു. ചുമ്മാ തന്നെ ഒന്ന് കാണാൻ, ശ്രീ പറഞ്ഞു. ഓഹോ, ചുമ്മാ കാണാനോ? അതിന് ഞാൻ ശ്രീയേട്ടന്റെ ആരാ? രാധിക ചോദിച്ചു. അത് ഒന്നുമില്ല, ഞാൻ പോവാ.
ശ്രീ ബുള്ളറ്റ് തിരിച്ചു. മാഷേ, മനസ്സിൽ ഞാൻ ഇടം നേടിയെങ്കിൽ സത്യം പറയേ, രാധിക വിളിച്ചു ചോദിച്ചു. ശ്രീ രാധികയെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. രാത്രി രാധിക അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ശ്രീയെക്കുറിച്ചുള്ള സംസാരമായിരുന്നു അടുക്കളയിൽ. എന്നാലും എന്റെ ജയേച്ചി, ആ മനക്കിലെ കൊച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്താകും രാധുമോളുടെ അവസ്ഥ? ഓഹ്, ഓർക്കാൻ കൂടി വയ്യ. കാര്യം കാശിമോനെ കൊണ്ട് കെട്ടിക്കാനുള്ളതാണെങ്കിലും ലീല പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ പറഞ്ഞു. അതെ, ആ കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോള്, ദൈവമാണ് ആ കുട്ടി എവിടെ എത്തിച്ചത്. ഒന്നല്ലല്ലോ ഏട്ടത്തി, എത്ര തവണയാണ് ആ കുട്ടി രാധുമോളെ രക്ഷിച്ചേ? നന്ദിനി പറഞ്ഞു. അവർ തമ്മിൽ മുജ്ജന്മത്തിൽ എന്തോ ബന്ധമുണ്ട്, എനിക്കങ്ങനെയാ തോന്നിയത്. അല്ലെങ്കിൽ എപ്പോഴും ആ കുട്ടി രാധുമോളെ രക്ഷിക്കാൻ വരുമോ? ഞാൻ അന്വേഷിച്ചു, നല്ല പയ്യൻ, ഡോക്ടറാണ്, ലീല പറഞ്ഞു. അങ്ങനെ ഒരാളുടെ കയ്യിൽ മോളെ ഏൽപ്പിക്കാനാണ് എന്റെ ആഗ്രഹം. ഇതിപ്പോ നമ്മുടെ വാക്കിന് ഒരു കടലാസ കഷ്ണത്തിന്റെ വിലയില്ല. എന്റെ മോളുടെ ജീവിതം നരകിച്ച് തീരാനാകും വിധി. ജയ കണ്ണു തുടച്ചു. ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ കാശിയേട്ടന്റെ ആവില്ല. എന്നെ ശ്രീയേട്ടൻ കൊണ്ടുപോകും, ശ്രീയേട്ടന്റെ ഭാര്യയായി, മനക്കിലെ തമ്പുരാട്ടിക്കുട്ടിയായിട്ട്. രാധിക ആലോചിച്ചു നിന്നു. പക്ഷെ എന്തു ചെയ്യാനറിയില്ലേ, ഈ രണ്ട് തറവാടുകളും തമ്മിലുള്ള ശത്രുത അതൊരിക്കലും തീരില്ലല്ലോ. അതുകൂടി കേട്ടപ്പോൾ രാധികയുടെ മനസ്സിൽ അകാരണമായ ഒരു ഭയം കടന്നുകൂടി. രാധിക റൂമിലേക്ക് പോയി വാതിലടച്ചു കിടന്നു. ഫോൺ നോക്കിയപ്പോൾ ശ്രീയുടെ മെസ്സേജ് ഒന്നുമില്ലായിരുന്നു. വിളിക്കണോ? രാധിക ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചു. വേണ്ട, ശല്യായി തോന്നിയാലോ? ചിരിയിലൂടെ ഒന്നും ഉറപ്പിക്കാനാവില്ലല്ലോ. രാധിക ഓരോന്നാലോചിച്ചിരുന്നു. ഐ വാണ്ട് ടു സീ യു. വാട്സപ്പിൽ വന്ന ശ്രീയുടെ മെസ്സേജ് രാധിക വായിച്ചു. രാധികയുടെ അടിവയറ്റിലൂടെ ഒരു വേദന കടന്നുപോയി. രാധിക തിരിച്ചയച്ചു. നൗ? മറുപടി വന്നു. നൗ, നോ വേ. രാത്രിയായി, രാധിക പറഞ്ഞു. ഐ വാണ്ട് ടു സീ യു റൈറ്റ് നൗ. ശ്രീയുടെ മറുപടി വന്നു. ഇപ്പൊ പറ്റില്ല, രാത്രിയായില്ലേ. രാധിക തിരിച്ചയച്ചു. ശരി, ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോ പിന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയാം. ശ്രീ മറുപടി കൊടുത്തു. നോ പ്ലീസ്, ഞാൻ വരാം. എവിടേക്കാ? തന്റെ തറവാടിന്റെ പിന്നിലെ കുളത്തിന്റെ അടുത്തേക്ക് വന്നാൽ മതി. ഐ എം ഹിയർ. രാധിക മറുപടി കൊടുത്ത് പതിയെ എഴുന്നേറ്റു. മെല്ലെ വാതിൽ തുറന്ന് ചുറ്റും നോക്കി. രാധിക പതിയെ കോണിപ്പടികൾ ഇറങ്ങി നടന്നു. ചായ്പിലേക്കുള്ള വാതിൽ മെല്ലെ തുറന്ന് പുറത്തിറങ്ങി. കുളത്തിനടുത്തേക്ക് നടന്നു. പറ്റിച്ചതാണോ ഇനി? കാണാനില്ലല്ലോ. രാധിക കുളക്കടവിൽ നിന്ന് ചുറ്റും നോക്കി. പറ്റിച്ചതാ, കാണിച്ചു തരാം. രാധിക തിരിഞ്ഞു നടന്നതും രാധികയുടെ കയ്യിൽ പിടിവീണു. രാധിക നിലവിളിക്കാൻ തുടങ്ങിയതും വായ പൊത്തിപ്പിടിച്ചു. ഞാനാ ശ്രീ. ശ്രീ കൈവിട്ടു. രാധിക കിതച്ചു. എന്താ പേടിപ്പിക്കുന്നേ? പേടിച്ചോ? ശ്രീ ചോദിച്ചു. പിന്നെ പേടിക്കാതെ? ഞാനേ മനുഷ്യനാ, രാധിക പറഞ്ഞു. ഞാൻ പിന്നെ പിശാചായതുകൊണ്ട് കുഴപ്പമില്ല. ശ്രീ ചിരിച്ചു. ഇത് പറയാനാണോ ഈ നേരത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? രാധിക ദേഷ്യപ്പെട്ടു. പിന്നെ എന്തു കേൾക്കാനാ നീ ഞാൻ വിളിച്ച ഉടനെ ഇങ്ങോട്ട് പോന്നേ? ശ്രീ ചോദിച്ചു. രാധിക മുഖം വീർപ്പിച്ചു നിന്നു. ഞാൻ പോവാ. രാധിക തിരിഞ്ഞു നടന്നതും ശ്രീ രാധികയുടെ കൈപിടിച്ചു വലിച്ചു. രാധിക ശ്രീയുടെ മേലേക്ക് വീണു. ശ്രീയുടെ നോട്ടവും കണ്ണുകളിലെ തീവ്രതയും നേരിടാൻ കഴിയാതെ രാധിക കണ്ണടച്ചു. നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കട്ടെ? ശ്രീ രാധികയുടെ ചെവിയിൽ പറഞ്ഞു. ശ്രീനാഥിന്റെ ഭാര്യയാവാൻ നിനക്ക് സമ്മതമാണോ? രാധിക മൂളി. മൂളൽ സമ്മതമായി ഞാൻ എടുക്കില്ല, ശ്രീ പറഞ്ഞു. സമ്മതമാണ്, രാധിക പറഞ്ഞു. പക്ഷേ വേണ്ട. ശ്രീ രാധികയുടെ ചുണ്ടിന്മേൽ കൈവച്ചു. ഒന്നും പറയണ്ട. എനിക്കറിയാം എന്താ പറയാനുള്ളതെന്ന്. അതൊന്നും ആലോചിക്കണ്ട. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ എന്റെ പെണ്ണാ. നിന്നെ ഞാൻ എന്ത് ഭൂകമ്പം ഉണ്ടായാലും ഞാൻ കൊണ്ടുപോകും, ശ്രീ പറഞ്ഞു. രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു. രാധിക ശ്രീയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ശ്രീയുടെ മുഖം മാറി. ശ്രീ ചിരിച്ചു.
അവിടെ പരന്ന ചന്ദനത്തിന്റെ മണം അവരെ പുണർന്നു. ചെല്ല്, പോയി കിടന്നോ, ശ്രീ പറഞ്ഞു. രാധിക നടന്നു. ശ്രീ രാധിക അകത്ത് കയറുന്നതുവരെ അവിടെ നിൽക്കാമെന്ന് കരുതി. പെട്ടെന്നാണ് രാധിക നിന്നത്. രാധികയുടെ കണ്ണിൽ ഭയം ഉരുണ്ടുകൂടി. രാധിക നിൽക്കുന്നത് കണ്ട് ശ്രീ അവിടേക്ക് ചെന്നു. ശ്രീ രാധികയുടെ മുൻപിലേക്ക് കയറി നിന്നു. രാധിക ശ്രീയുടെ കൈ പിടിച്ച് പിന്നിൽ നിന്നു. അന്ന് കണ്ട അതേ കണ്ണുകൾ അവരെ നോക്കി നിന്നു. ശ്രീ കണ്ണുകൾ അടച്ചു തുറന്നതും ശ്രീയുടെ കണ്ണിന്റെ നിറം മാറി. അതോടുകൂടി ആ രൂപം മാഞ്ഞുപോയി. അമ്മേ, അച്ഛനും മുത്തച്ഛനും കൂടെ എവിടേക്കാ പോയത്? ശ്രീ ശ്രീജയോട് ചോദിച്ചു. മുഴുവന്നൂർക്ക്. അവിടെ എന്താ? ശ്രീ ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ഒന്നറിയാം, നിന്റെ വേളിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പോയിരിക്കുന്നെ. പഴയൊരു തറവാട്ടുമുറ്റത്ത് കാളിയാർ മനയിലെ കാർ ചെന്ന് നിന്നു. കുഞ്ഞിലക്ഷ്മിയമ്മ കാറിൽ നിന്നിറങ്ങി. സഹദേവനും. വരിക വരിക. കാര്യസ്ഥൻ കുഞ്ഞുണ്ണി ഇറങ്ങി വന്നു. വരൂന്ന് അദ്ദേഹം ഗണിച്ചു പറഞ്ഞിരുന്നു. വടക്കൂന്ന് ലക്ഷണം കാണിക്കുകയും ചെയ്തു. സുഖല്ലേ കുഞ്ഞുണ്ണി? സഹദേവൻ ചോദിച്ചു. സുഖന്നെ, വരിക, അദ്ദേഹം കാത്തിരിക്കുക. പൂജാമുറിയിലേക്ക് ചെല്ലുമ്പോൾ മുഴുവന്നൂർ തിരുമേനി അവരെ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞിലക്ഷ്മിയമ്മയും സഹദേവനും മുഴുവന്നൂരിനെ തൊഴുതു. വരുവെന്ന് വടക്കൂന്ന് ലക്ഷണം കാണിച്ചു തന്നു. ഇരിക്കുക രണ്ടാളും. കുഞ്ഞിലക്ഷ്മിയമ്മയും സഹദേവനും ഇരുന്നു. അപ്പോൾ തന്നെ അച്ഛൻ എഴുതിവെച്ച കുറച്ച് കാര്യങ്ങൾ എടുത്തു നോക്കി തിരുമേനി പറഞ്ഞു. എന്താണാവോ അവിടുന്ന് നോക്കിയിട്ട്? കുഞ്ഞിലക്ഷ്മിയമ്മ ചോദിച്ചു. ആ ജാതകം ഇങ്ങ് തരിക. കുഞ്ഞിലക്ഷ്മിയമ്മ ശ്രീനാഥിന്റെ ജാതകം ചുവന്ന പട്ടുതുണിയിൽ നിന്നെടുത്ത് മുഴുവന്നൂർക്ക് കൊടുത്തു. തിരുമേനി അത് വാങ്ങി നോക്കി. രാശിപ്പലകയിൽ കവടി നിരത്തി. നീചശക്തികളാണ് ചുറ്റും. ചരിത്രം ആവർത്തിക്കും കുഞ്ഞിലക്ഷ്മിയമ്മേ, തിരുമേനി പറഞ്ഞു. മനസ്സിലായില്ല. സഹദേവൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി. വൈശാഖിന് പകരം ഈ ജാതകക്കാരനായ ശ്രീനാഥ്, നീലിമയ്ക്ക് പകരം രാധിക എന്നാണ് തെളിഞ്ഞു കാണിക്കുന്നേ. എന്തായാലും ശ്രീനാഥിന്റെ വേളി നടക്കും, ഈ കുട്ടിയുമായിട്ട് തന്നെ. ആർക്കും അതിനെ തടുക്കാനാവില്ല. കാരണം 10 പൊരുത്തങ്ങളോടുകൂടി തുലാമിലെ ആയില്യ നക്ഷത്രക്കാരന്റെ ഭാര്യയാവാൻ ജനിച്ചതായി കുട്ടി. അതുകൊണ്ട് വിവാഹം നടക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഈ വേളി നടക്കാൻ ആഗ്രഹിക്കുന്ന 2 ആത്മാക്കളുണ്ട്. വൈശാഖനും പിന്നെ ഗൗരിയും. ഗൗരിയെന്ന് കേട്ടപ്പോൾ സഹദേവന്റെയും കുഞ്ഞിലക്ഷ്മിയമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. മോഷം കിട്ടണമെങ്കിൽ ഈ വേളി നടക്കണം. ഒരുപാട് ആഗ്രഹം ബാക്കിയാക്കിയാ ഈ 2 പേര് മരിച്ചത്. അതുപോലെ ഈ വിവാഹം തടയാൻ ശ്രമിക്കുന്ന ഒരാളുണ്ട്, തിരുമേനി പറഞ്ഞു. ആരാ അതൊക്കെ? സഹദേവൻ ചോദിച്ചു. അത് ആരെന്ന് തെളിയുന്നില്ല, തിരുമേനി പറഞ്ഞു. അച്ഛനും മുത്തച്ഛനും വേളിയുടെ കാര്യം നോക്കാൻ പോയിരിക്കുക മുഴുവന്നൂർക്ക്. ശ്രീ ഫോൺ ചെവിയോട് ചേർത്ത് രാധികയോട് പറഞ്ഞു. അതെയോ? പ്രശ്നമാകുമോ? രാധിക ചോദിച്ചു. ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിന്നെ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. എനിക്കത് കേട്ടാ മതി. ഇവിടെ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും ഒക്കെ ശ്രീയേട്ടനെ ഒരുപാട് ഇഷ്ടാ. ആഹാ, അതൊക്കെ ചോദിച്ചറിഞ്ഞോ നീ? അല്ല ശ്രീയേട്ടാ, അടുക്കളയിലേക്ക് പോയപ്പോ പറയുന്നത് കേട്ടതാ. അപ്പോ അടുക്കളയിലൊക്കെ കയറാറുണ്ടല്ലേ? നന്നായി അത്. ശ്രീ ചിരിച്ചു. അയ്യോ, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ കുടിക്കാൻ വെള്ളം എടുക്കാൻ പോയപ്പോ കേട്ടതാ. വെരി ഗുഡ്. അതെ, എന്റെ ഗൗരി 10 പേർക്ക് സദ്യ ഉണ്ടാക്കും, അതും അസലായിട്ട്. മര്യാദയ്ക്ക് അതൊക്കെ പഠിച്ചിട്ട് വന്നാ മതി. രാധികയുടെ മുഖം വാടി. പഠിക്കാൻ ഞാൻ. പഠിച്ചാൽ നിനക്ക് നല്ലത്. എന്നാൽ വൈകിട്ട് കാണാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശ്രീ ഫോൺ കട്ട് ചെയ്തു. ശ്രീ പൂമുഖത്ത് നിന്ന് വീട്ടിലേക്ക് കയറുമ്പോഴാണ് അരുണും ലച്ചുവും സംസാരിക്കുന്നത് കണ്ടത്. ശ്രീനാഥിനെ കണ്ടതും ലച്ചു അകത്തേക്ക് പോയി. എന്താണ് മോനെ? ശ്രീ അരുണിന്റെ തോളിലേക്ക് തട്ടി. നീയോ? നീ എപ്പോ വന്നു? അരുൺ പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാൻ വന്നിട്ട് വർഷങ്ങൾ ഒരുപാടായി. എന്തായിരുന്നു ഇവിടെ സംസാരം? അതോ, ചുമ്മാ സംസാരിച്ചതാ, അരുൺ പറഞ്ഞു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വാ. ശ്രീ അരുണിന്റെ കൈപിടിച്ചു നടന്നു.
ദൈവമേ, ഇവൻ എന്തിനെക്കുറിച്ച് ചോദിക്കാനാണാവോ? എൻ്റെ ലജ്ജുവിൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയോ ഇവന്? അരുൺ ആലോചിച്ച് നടന്നു. എന്താ അമ്പലത്തിലേക്ക് വരാതിരുന്നേ? അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി രാധിക ശ്രീയോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. നീ പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. ശ്രീ ചിരിച്ചു. വാ, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. അച്ഛനും മുത്തശ്ശിയും മുഴുവന്നൂരിൽ നിന്ന് വന്നോ? രാധിക ചോദിച്ചു. എത്തിയിട്ടില്ല. എത്തിയാൽ അറിയാം എന്താ പറഞ്ഞേന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രാധിക ചോദിച്ചു. ആ, ചോദിക്ക്. ഗൗരി ശ്രീയേട്ടന്റെ മനക്കിലെ കാര്യസ്ഥന്റെ മകളായിരുന്നില്ലേ? ശ്രീയേട്ടൻ മനക്കിലെ കുട്ടിയും കൂടാതെ ഒരു ഡോക്ടറും. ഗൗരിയുടെ സ്നേഹം ഒരു ഫേക്കാണെന്ന് തോന്നിപ്പോവാ എനിക്ക്. ശ്രീയുടെ മുഖം മാറി. നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? അതുപിന്നെ ഇത്രയും സമ്പത്തുള്ള വീട്ടിലെ ചെക്കനെ ആരാ സ്നേഹിക്കാതിരിക്കുക? അങ്ങനെ ഒരു സ്നേഹമാണെന്ന് തോന്നി എനിക്ക്, രാധിക പറഞ്ഞു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാം. ശ്രീ എഴുന്നേറ്റു. നിനക്ക് എന്നെയും ഗൗരിയെയും ഞങ്ങളുടെ ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയുമെന്നാ ഞാൻ കരുതിയത്. യു ഫെയിൽഡ്. നീ വെറും ഒരു പെണ്ണാണെന്ന് തെളിയിച്ചു. അവൾ എന്നെയല്ല, ഞാൻ അവളെയാ സ്നേഹിച്ചത്. കാര്യസ്ഥന്റെ മകൾ മനക്കിലെ അടുക്കളക്കാരിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നടന്ന അവളെ സ്നേഹിച്ച് സ്വന്തമാക്കിയത് ഞാനാ. ഒരു മുട്ടുസൂചി പോലും വേണമെന്ന് പറഞ്ഞിട്ടില്ല അവൾ സ്നേഹിച്ച കാലയളവിൽ. ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പോലും വാങ്ങിക്കില്ല. അത്രയും പറഞ്ഞാലേ എന്തെങ്കിലും വാങ്ങുകയുള്ളൂ അവൾ. നിനക്ക് 7 ജന്മം എടുത്താലും എന്റെ ഗൗരിയെപ്പോലാകാൻ കഴിയില്ല. തോറ്റത് നീയല്ല, ഞാനാ. എന്റെ ഗൗരിയെ എന്തെങ്കിലും പറയുന്നത് എനിക്ക് അംഗീകരിക്കാനാവില്ല, ഒരിക്കലും. ശ്രീയേട്ടാ, ഞാൻ... ഇനഫ്, ഇറ്റ്സ് ഓവർ. ശ്രീ തന്റെ ബുള്ളറ്റിൽ കയറിപ്പോയി.